സർ, മോദി രാജിവെക്കുന്നു എന്ന് കേൾക്കുന്നു, യഥാർത്ഥത്തിൽ ശരിയാണോ? മോദിയെ രാജിവെപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പം ഈ പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ഒരു കാര്യം. മോദി രാജിവെച്ചേ മതിയാകൂ എന്നുള്ള രീതിയിലേക്ക് പ്രതിപക്ഷം 2 ദിവസമായിട്ട് ശബ്ദം മുഴക്കുന്നുണ്ട്. വിചിത്രമായൊരു കേസാണ്. വിചിത്രമായ കേസെന്ന് പറഞ്ഞാൽ ഈ പത്രത്തിൻ്റെ കേസ്, നമ്മുടെ നാഷണൽ ഹെറാൾഡ് കേസില്ലേ, നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ അടുത്ത മാസം അല്ലെങ്കിൽ കോടതികളിലെല്ലാം വിധി വരുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഏതാണ്ട് വിചാരണ തീർന്നിട്ട് വിധി അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നല്ലോ ഈ ED പറഞ്ഞിട്ട് ഗൂഢാലോചന അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടിനകത്ത് ഒരു കേസ് സോണിയാഗാന്ധിയുടെയും നമ്മുടെ രാഹുൽ ഗാന്ധിയുടെയും പേരിൽ എടുക്കണമെന്ന് പറഞ്ഞിട്ട് കേസെടുത്തത്. അത് കോടതിയിൽ വന്നപ്പോൾ അത് തള്ളിപ്പോയെന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ട്. അപ്പം അത് തള്ളിപ്പോയതിനെതിരെ അല്ലെങ്കിൽ കോടതിയിൽ ഈ ED എടുപ്പിച്ച അല്ലെങ്കിൽ പോലീസ് എടുത്ത കേസ് അല്ലെങ്കിൽ അത്തരത്തിൽ ആ റിപ്പോർട്ട് കോടതി തള്ളിക്കളഞ്ഞതിനെതിരെ ഇപ്പോൾ അവർക്ക് വേണ്ടത് മോദി രാജിവെക്കണം. നാഷണൽ ഹെറാൾഡ് കേസിനകത്ത് EDയുടെ അല്ലെങ്കിൽ പാളിപ്പോയതോ അല്ലെങ്കിൽ കോടതി അതിനകത്ത് എന്തെങ്കിലും പോരായ്മ കണ്ടെത്തി അത് അങ്ങനെയല്ല, അത് തള്ളിക്കളയുന്നു എന്ന് പറയാൻ കോടതിക്ക് അതിനുള്ള അധികാരമുണ്ടല്ലോ. കോടതിയൊന്നും ഇത് തള്ളിക്കളഞ്ഞപ്പോൾ മോദിയുടെ ഭാഗമല്ല, ഇതുവരെ മോദിയുടെ ഭാഗമായിരുന്നു. അന്ന് കേസുകൾ മൊത്തം അല്ലെങ്കിൽ BJP മോദി അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ ഒന്നുമില്ലാത്തടത്തുനിന്ന് ഒരു കേസുണ്ടാക്കി എന്നൊക്കെയുള്ള രീതിയിലേക്കായിരുന്നല്ലോ വർത്തമാനം. യഥാർത്ഥത്തിൽ 254 തുടങ്ങിയ പത്രം, ആ പത്രം ഇവരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടീൻ്റെ പത്രമായിരുന്നു. അന്ന് ഈ പത്രത്തിന് വേണ്ടി ധാരാളം സ്ഥലങ്ങൾ, പത്രത്തിനൊക്കെ നമ്മൾ സ്ഥലം വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, വിട്ടുകൊടുത്തു. വളരെ വലിയ വലുപ്പത്തിൽ ഈ പറയുന്ന പത്രത്തിൻ്റെ പേരിൽ എക്സിൻ, എന്തോ കമ്പനീൻ്റെ പേര് എക്സ് അല്ലേ, എങ്ങിൻ്റെ അല്ലേ, എക്സിൻ കമ്പനി, എക്സിൻ എന്ന് തോന്നുന്നു ആ കമ്പനിയുടെ പേരിലാണ് ഈ അല്ലെങ്കിൽ നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ ആ കമ്പനിയുടെ പേര്. അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. ആ ആസ്തി അല്ലെങ്കിൽ ഈ പത്രം നടത്തിക്കൊണ്ട് പോകുന്നതിന് സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനി ഉണ്ടാക്കി. ഈ കമ്പനിക്കകത്ത് ഏതാണ്ട് 50%, ഏതാണ്ട് 46% സോണിയാഗാന്ധിക്കും സോണിയാഗാന്ധിയുടെ മകനായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കും ഉള്ളതാണ്. പിന്നെ അവരുടെ അൻസാരികളാണ് അതിനകത്തുനിന്ന്. അപ്പം ഇതിനെ രക്ഷപ്പെടുത്തുന്നുള്ള വ്യാജേന ഈ പറയുന്ന യങ് ഇന്ത്യ കമ്പനി ഏതാണ്ട് 90 കോടി രൂപ പത്രം നടത്തിപ്പിന് അല്ലെങ്കിൽ മറ്റേ കമ്പനി സ്ട്രക്കാണല്ലോ നടത്തിപ്പിന് വേണ്ടി കൊടുക്കുകയും വീണ്ടും നടത്താൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ യങ് ഇന്ത്യ കമ്പനി ഈ പറയുന്ന എക്സിൻ എന്ന് പറയുന്ന നാഷണൽ ഹെറാൾഡിൻ്റെ നടത്തിപ്പ് കമ്പനിയെ ജപ്തി ചെയ്യുകയും ഈ നാഷണൽ ഹെറാൾഡിൻ്റെ കമ്പനി ജപ്തി ചെയ്തതിന് ശേഷം ഇവരുടെ യങ് ഇന്ത്യ കമ്പനി കണ്ടെത്തുന്നത് ഏതാണ്ട് 50 ലക്ഷം രൂപയുടെ ആസ്തി മാത്രമായിട്ട് കണ്ടെത്തുകയും 50 ലക്ഷം രൂപ അത് ജപ്തി ചെയ്യുകയാണ്. അപ്പോൾ ബാക്കി 89.5 കോടി രൂപ വീണ്ടും യങ് ഇന്ത്യ കമ്പനി കണമാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്പദമാക്കി ഉണ്ടായ കേസാണ്. 2002 തുടക്കം. എന്നാൽ 2004 ഇതിനകത്ത് വലിയ വലിപ്പത്തിൽ കുഴപ്പമുണ്ടെന്ന് കണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് സുബ്രഹ്മണ്യ സ്വാമി. സുപ്രീം കോടതിയെ സമീപിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 2000 കോടി രൂപയുടെ, അത് മൊത്തത്തിൽ പറയുന്നത് 5000 കോടി രൂപയുടെ ആസ്തിയുള്ളതാണെന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും ഇവർക്ക് പ്രോപ്പർട്ടി ഉണ്ട്, ഇവരുടെ പേരിൽ പല സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹോട്ടൽ സമുച്ചയങ്ങളുണ്ട്, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്ന വലിയ വലിയ മാളുകളുണ്ട്. അതിൻ്റെ വരുമാനം എന്താണ്ട് 1000 കോടി രൂപയോളം വരും. അപ്പം അത് കണ്ടെത്തുകയും ഇതിനകത്ത് വലിയ അഴിമതി, പണം ഇടപാടുകൾ അല്ലെങ്കിൽ ഈ നമ്മൾ പറയത്തില്ലേ നിയമപരമല്ലാത്ത പണം ഇടപാടുകൾ നടക്കുകയും അല്ലെങ്കിൽ ഇതൊരു തട്ടിപ്പാണ്, കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണെന്ന് കണ്ട് ഇതിൻ്റെ പേരിൽ കേസെടുക്കുകയും ഈ കേസിനകത്ത് ഇവരുടെ കയ്യിലിരുന്ന 2014 ശേഷമാണ്, 2002 തൊട്ട് നടക്കുന്ന കേസ്, അതുവരെ ഇവരെ പലവട്ടം കോടതി വിളിച്ചു പോകത്തില്ല, ഇവരുടെ കയ്യിലായിരുന്നല്ലോ അധികാരം. അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ ഇവർ കൊണ്ടുവന്ന ED, ഇവർ കൊണ്ടുവന്ന NIA, ഇവരുടെ കയ്യിൽ കൂട്ടിലെ തത്തമ്മയുടെ കൂട്ടിരിക്കുന്ന CBI എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണം വരുന്നില്ല. അപ്പോൾ ഇവരെ വിളിച്ചാൽ പോകത്തില്ല. കാരണം അധികാര സ്ഥാനങ്ങളിൽ നമ്മൾ പലവട്ടം പുറകോട്ട് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന നെഹ്റു കുടുംബവും അവർക്കെതിരെ വരുന്നതൊന്നും അല്ലെങ്കിൽ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാത്ത അവസ്ഥ, നിയമത്തിനപ്പുറമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ കോടതി വിളിച്ചിട്ട് ചെല്ലുന്നില്ല. 2014 ശേഷം ഈ കേസ് മുറുകി. അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ CBI അല്ലെങ്കിൽ കോടതി പറയുന്നതനുസരിച്ച് ED മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കോടതിയെ ഇവരെ വിളിച്ചു വരുത്തി. അന്ന് കോടതി വിളിച്ചു വരുത്തിയപ്പം രാഹുൽ ഗാന്ധി പോകാത്തൊരവസ്ഥ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പോകേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഇൻഗ്ലാസ് എന്താവാന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആളുകളെ കൂട്ടി പോകുന്ന ഒരവസ്ഥ. ഞങ്ങളെ ആവശ്യമില്ലാതെ കോടതി കയറ്റുന്നു, ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്നുള്ളത്. ഏതായാലും അത് അന്വേഷിച്ചു മണിക്കൂറുകളോളം അമ്മയെയും മകനെയും ചോദ്യം ചെയ്തു. ഏതാണ്ട് അതിൻ്റെ ഒരു വിചാരണ കഴിഞ്ഞ് അതിൻ്റെ വിധി വരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അതാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ് കോൺഗ്രസ് പിളരും നരേന്ദ്രമോദി പറഞ്ഞത്. അതായത് ഇവർ അകത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. അതായത് ഇതിനകത്ത് തെളിവുകളെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിൽ അന്വേഷണത്തിൽ വന്ന റിപ്പോർട്ടുകൾ, തെളിവുകൾ ഇവർക്ക് അനുകൂലമല്ലാത്ത ഒരു രീതിയിലേക്ക് ഉണ്ട്. കാരണം പച്ചയായിട്ട്
അനുകൂലമല്ലാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. കാരണം 1000 കോടി രൂപ ഈ പറയുന്ന നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രത്തിന്റെ പേരിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വാടക മാത്രം കിട്ടുന്നിടത്താണ് 50 ലക്ഷം രൂപയ്ക്ക് ജപ്തി ചെയ്തിരിക്കുന്നത്. അപ്പം ആ രീതിയിലേക്ക് വന്നത് വീണ്ടും ഇതിനകത്ത് ED ആവശ്യപ്പെടുന്നു, ഈ ഡൽഹി പോലീസ് കേസെടുക്കുന്നു. ആ കേസാണ്ട് അതാണ് തള്ളി. അപ്പോൾ ഇപ്പോഴും കർണാടക കണ്ടോ മൊത്തത്തിൽ അഴിമതിയാണ്, കുഴപ്പമാണ്. അതിനും മോദി രാജിവെക്കുന്നു. മോദിക്ക് എന്തോ കോടതിയായിട്ട് വരും, മോദിക്ക് എന്തോ ഈ കേസ് കേട്ട് ഇവരിപ്പോഴും ധരിപ്പിക്കുന്നത് BJPയുടെ താല്പര്യപ്രകാരം എടുത്ത കേസാണ്. അല്ല, ഈ കേസ് വന്നു അതിനുശേഷം ഈ നമ്മുടെ സ്വാമി ഇതിനകത്ത് ഇടപെടുന്നു. സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് ഈ കേസ് ഞങ്ങളുടെ മേൽനോട്ടത്തിൽ നേരിട്ട് അന്വേഷിച്ച് ഇതിന്റെ വിവരങ്ങൾ തരണമെന്നാണ്. സുപ്രീം കോടതി അതിന്റെ കസ്റ്റഡി. അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പൊ മോദി രാജിവെക്കുമായിരിക്കും കേട്ടോ. ഇപ്പൊ നാഷണൽ ഹെറാൾഡ് കേസിൽ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഈ പണം എവിടെ വേണമെങ്കിലും അവർക്ക് സംഭരിച്ചു വെക്കാൻ പറ്റും. കാരണം അധികാരം മുഴുവൻ സോണിയുടെ കയ്യിലായിരുന്നു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാണ്. ആ സമയം മുതൽ ഈ രീതിയിൽ പണം വരുമ്പോൾ ഇത് നെഹ്റു കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ സോണിയുടെയും രാഹുലിൻ്റെയും ഒക്കെ പേരിൽ മാത്രമായിട്ട് നിക്ഷേപിക്കപ്പെടുക. ഇത് കോൺഗ്രസിൽ ഒരാളും ചോദ്യം ചെയ്തിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരത്തിന്റെ അപകർഷങ്ങൾ വീതിച്ചു കൊടുത്തു. അതിനകത്തുനിന്ന് അവർ അഴിമതി നടത്തി പണം ഉണ്ടാക്കി, ഒരു പ്രശ്നമില്ല. അങ്ങനെ എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പിടി വീഴുമോ എന്ന് രാഹുലും സോണിയും ഉൾപ്പെടെയുള്ളവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഈ പണത്തിന്റെ ഒരു വലിയ സ്രോതസ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. ഇപ്പോൾ ഇറ്റലിയെ പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും സോണിയയ്ക്ക് പൗരത്വം ഉണ്ടെങ്കിൽ, ഈ രാഹുലിന് പൗരത്വം ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ പണം എത്തിച്ചേരാൻ വലിയ താമസമില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ അധികാരം കിട്ടാതെ വരികയും ഇനി ഇവിടെ നിൽക്കക്കള്ളി ഇല്ലാതെ ആവുകയും ചെയ്താൽ ഒരു പക്ഷേ രാജ്യം വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് ഇവർ പോകും. കാരണം എതിർവായിക്ക് മറുവായില്ല എന്നുള്ള അങ്ങനെ പറയത്തില്ല. ആ രീതിയിൽ കോൺഗ്രസ്സിൽ നെഹ്റു കുടുംബത്തെ എതിർക്കാൻ കോൺഗ്രസ്സിൽ ഒരു നേതാക്കൾക്കും ധൈര്യമില്ല. അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി 2 തവണ, അതായത് 2024 വരെ അവർ പ്രതീക്ഷിച്ചു ഇപ്പോഴെങ്കിലും ഭരണം മാറുമെന്ന്. അപ്പോഴും മാറിയില്ല. 3ാം ടൈം വന്നതോടുകൂടി അവർ ഉറപ്പിച്ചു ഇനി BJP ഇവിടെ നിന്ന് അട്ടിമറിക്കാൻ എളുപ്പമല്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഒരു ജൻസി കലാപം ഉണ്ടാക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെ ഭരണം പിടിക്കാൻ പറ്റുമോ. അങ്ങനെ കോടതി വിധിയുടെ അനുകൂലത്തിൽ ആനുകൂല്യത്തിൽ ഒന്ന് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാണ്. അപ്പോഴൊക്കെ എവിടെ നിന്ന് പണം വരും? അപ്പോൾ ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് യങ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി രൂപീകരിച്ച് അതിനകത്ത് ഈ പറയുന്ന അമ്മയും മകനും മാത്രം അതിൻ്റെ ട്രസ്റ്റിയായിട്ട് വരികയും ചെയ്യുന്നു. വേറെ ആർക്കും ഇതിനകത്ത് പങ്കില്ല. ഇത് കോൺഗ്രസ് നേതാക്കൾക്ക് പലർക്കും അറിയാം. പക്ഷേ ചോദ്യം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കലാപം സൃഷ്ടിക്കാനോ മറ്റ് അക്രമ പ്രവർത്തനങ്ങൾ നടത്താനോ എന്തിനു വേണമെങ്കിലും അവർക്ക് സാധിക്കും. പക്ഷേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഇത് കൃത്യമായിട്ട് കണ്ടെടുക്കുന്നു. ED അന്വേഷണം നടത്തുന്നു. ഇത് കോടതിയിലേക്ക് എത്തുന്നു. കോടതിയുടെ മുമ്പിലേക്ക് എത്തിയാൽ പിന്നെ നിൽക്കക്കളിയില്ല. പിന്നുള്ള പേടി എന്താ? മോദി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ജയിലിലേക്ക് ഇവരെ അയച്ചാൽ പണിയെല്ലാം പാളി, ആനുകൂല്യം കിട്ടും. അതെ, അതുകൊണ്ടാണ് ഇവർ മോദി രാജിവെക്കണം, മോദിയെ പുറത്താക്കണം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, യുവജനങ്ങളെ നിങ്ങൾ എന്താ പ്രതികരിക്കാത്ത, നിങ്ങളിവിടെ കലാപം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നതിന് ഒരു കാരണം ഇത് തന്നെയല്ലേ? ശരി, അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിക്ക് അറിയാം ഒരിക്കലും അദ്ദേഹത്തിന് ആ പ്രധാനമന്ത്രി കസേരയിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം ഇപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടുണ്ട്. കാരണം BJPയുടെ ഒരു വളർച്ചയും പോക്കും ഒക്കെ ആ തരത്തിലേക്കാണ്. ഇപ്പൊ എങ്ങനെ പിന്നെ ഇപ്പോൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരുമാതിരിയൊക്കെ മനസ്സിലായി. എന്നിട്ട് വോട്ട് ചോരി എന്ന് പറഞ്ഞ് അദ്ദേഹം 5 കോടി ആളുകളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് വീണ്ടും യാത്രയൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലുമുള്ള പിന്നെ എന്താ പറയുക ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങാതെ പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് സോണിയും മകനെയും. എന്തായാലും ഇവർ ഈ കേസ് തള്ളിയെന്ന് പറഞ്ഞിട്ട് ഇവർ രക്ഷപ്പെടുത്തുന്നൊന്നുമില്ല. ഇവർക്ക് പൂട്ടി വീഴും, അത് ഉറപ്പാണ്. പക്ഷെ അതിനു മുമ്പ് രാജ്യം വിടണം എന്നുള്ളതാണ് സോണിയാഗാന്ധി. കാരണം സ്വസ്ഥമായിട്ട് ജീവിക്കണം, 79 വയസ്സായി, ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ലണ്ടനിലേക്ക് തനിക്ക് പോകണം. അതിന് ട്രസ്റ്റികളുടെ 10,000 കോടി സ്വത്ത് മകന്റെ പേരിൽ എഴുതി വെച്ചിട്ട് താൻ പോകുന്നു എന്നുള്ള ഒരു രീതി സോണിയ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത തവണയും കേന്ദ്രത്തിൽ പിന്നെ UDF അല്ലെ കോൺഗ്രസിന് അധികാരം കിട്ടിയില്ല എങ്കിൽ പിന്നീട് സോണിയാഗാന്ധി ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ഈ സോണിയെ അഥവാ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ ഇവർ രാജ്യം വിട്ടാൽ എവിടെ ചെന്നാണ് ഇവരെ? ഇപ്പൊ വിജയ് മല്യയൊക്കെ രാജ്യം വിട്ടുപോയി. അങ്ങനെ പല മറ്റേ മോദി, ഒരു നീരവ് മോദി, അപ്പൊ ഇവരൊക്കെ രാജ്യം വിട്ടു പോയിട്ട് ഇവരെ കാരണം മറ്റൊരു രാജ്യത്ത് അഭയം തേടിയവരാണ്. അപ്പൊ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലെ തന്നെയാണ് നാളെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, റോബർട്ട് വാദ്ര, ഇവർക്കൊക്കെ എവിടെയൊക്കെ പാസ്പോർട്ട് ഉണ്ട്, എവിടെയൊക്കെ ഇവർ പോകുമെന്നും ഒന്നും അറിയില്ല. നാളെ ഒരു കാലത്ത് ഇവർ ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരെ നമുക്ക് ചെന്ന് പിടിക്കാനും പറ്റില്ല, ഇതാക്കാനും പറ്റൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി തുടർ നടപടികൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.